ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15:1-2 വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കർത്താവ് പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, പിതാവായ ദൈവം തോട്ടക്കാരനുമാണ്. കർത്താവ് സാക്ഷാൽ മുന്തിരിവള്ളിയാകുമ്പോൾ നാം കൊമ്പുകളാണ്. എങ്ങനെയാണ് ഈ കൊമ്പുകളായിത്തീരുന്നത്? കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് വന്നു. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ട്, നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട്, നമ്മൾക്ക് പകരമായിട്ട് ആ പാപത്തിൻ്റെ ശമ്പളമായ നിത്യമായിട്ടുള്ള നരകശിക്ഷ കർത്താവ് ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ്, അവൻ ദൈവമായതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ വിശ്വസിച്ച് കർത്താവിനെ നമ്മുടെ ഏക ദൈവവും ഏകരക്ഷകനുമായിട്ട് സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരും. യോഹന്നാൻ 1:12 നമുക്ക് അത് കാണുന്നത്. ദൈവത്തെ കൈക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. യോഹന്നാൻ 3:16 നാം കാണുന്നു, ദൈവത്തെ കൈക്കൊണ്ട് ദൈവത്തെ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവ് ഈ ലോകത്തെ സ്നേഹിച്ചത് നമ്മളെ കൊമ്പുകളാക്കി തീർക്കുന്നതിനാണ്. മുന്തിരിവള്ളിയായ കർത്താവിൻ്റെ കൊമ്പുകളാകുവാനുള്ള ഭാഗ്യം നാം ദൈവത്തിൻ്റെ മക്കളായപ്പോൾ നമുക്ക് കിട്ടി. ആ കൊമ്പുകളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ആഗ്രഹിക്കുന്നത് വളരെ ഫലം കായ്ക്കണമെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഫലം കായ്ച്ചില്ലെങ്കിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും കർത്താവ് കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും ചെത്തി വെടുപ്പാക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ തോട്ടത്തിൽ ഒരു സപ്പോട്ട മരമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അത് പൂത്ത് നിറയെ പൂവുമായിട്ട് നിന്നു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലുള്ള കൊമ്പ് വാടാൻ തുടങ്ങി. അപ്പോൾ സാരമില്ലായിരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പൂവും ആദ്യത്തെ പൂവും കായ് ഉണ്ടായി മുഴുവനും അത് പൂർണ്ണമായിട്ട് ഉണങ്ങി. അപ്പോൾ അത് ഉണങ്ങി അവിടെ നിന്നും മേളിലുള്ളത് വെട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വെട്ടിക്കളഞ്ഞില്ല. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം അടുത്ത കൊമ്പും ഉണങ്ങുവാനായിട്ട് ആരംഭിച്ചു. അതിൽ അങ്ങനെ ഉണങ്ങുന്നതിൻ്റെ കാരണം എന്തെങ്കിലും രോഗമോ അതോ പ്രാണിയായിരിക്കും. ഇപ്പോൾ അത് ഉണങ്ങി ശ്രദ്ധിക്കാത്തതുകൊണ്ട് താഴെ ഒരു കൊമ്പൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഉണങ്ങി. എന്നാൽ ഒരു നല്ല തോട്ടക്കാരനായിരുന്നെങ്കിൽ മുകളിലുള്ള കൊമ്പ് ഉണങ്ങി തുടങ്ങിയപ്പോൾ തന്നെ അത് വെട്ടിക്കളഞ്ഞേനെ. അങ്ങനെ വെട്ടിക്കളയുമ്പോൾ ആ കൊമ്പിൽ വന്നതായിട്ടുള്ള രോഗമോ ആ പ്രാണിയോ അത് നശിച്ചു പോവുകയും മറ്റുള്ള കൊമ്പുകളിലേക്ക് പടരാതിരിക്കുകയും ചെയ്യും. മറ്റുള്ള കൊമ്പുകളിലപ്പം അത് അധികം ഫലം കായ്ക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. എന്തുകൊണ്ടാണ് സ്നേഹവാനായ തോട്ടക്കാരൻ നിഷ്കരണം ഈ കൊമ്പ് വെട്ടി നീക്കുന്നത്? ആ കൊമ്പ് വെട്ടിക്കളയുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ കൊമ്പ് ഉപയോഗശൂന്യമാണ്. അതുകൊണ്ട് ആ കൊമ്പ് വെട്ടി മാറ്റുന്നു. കാരണം ആ കൊമ്പിൽ പ്രാണികളോ മറ്റുള്ളത് കയറി അത് മറ്റുള്ള കൊമ്പുകളും നശിപ്പിക്കാനിടയായതുകൊണ്ട് ആ കൊമ്പിനെ വെട്ടി നീക്കുന്നു. എന്നാൽ കൊമ്പിനോട് ഉടയവൻ വേറൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ കൊമ്പ് അതിന് ചെത്തി വെടുപ്പാക്കുമ്പോൾ കൊമ്പിനോട് കർത്താവ് ഒരു കാര്യം പറയാറുണ്ട്. 15:4 വാക്യത്തിൽ നാം കാണുന്നു, എന്നിൽ വസിപ്പിൻ. കായ്ക്കുന്നതൊക്കെ അവൻ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടുപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ. കൊമ്പിനോട് ഉടയവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നിൽ വസിപ്പിൻ. കർത്താവിൽ വസിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല. കർത്താവിൽ വസിച്ചു കഴിഞ്ഞാൽ എന്താണ് കർത്താവിൽ വസിക്കുമ്പോഴുള്ള ഗുണം എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് പറയുകയാണ്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. കർത്താവ് പറയുകയാണ്, കർത്താവിൽ വസിക്കാതെ ഒരു കൊമ്പിന്
മുന്തിരിവള്ളിയിലുള്ള മുന്തിരിവള്ളിയിൽ നിന്നും വേർപെട്ട് പോയാൽ ആ കൊമ്പിന് പിന്നെ ഉപയോഗശൂന്യമാണ്. അത് ഒന്നിനും കൊള്ളത്തില്ല. അത് കത്തിച്ച് കളയാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ആ മുന്തിരിവള്ളിയിൽ വസിച്ചു കഴിഞ്ഞാൽ അത് ഫലം കായ്ക്കും. അതുപോലെ കർത്താവ് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വസിപ്പിൻ. അങ്ങനെ വസിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കിവിടെ ഈ അധ്യായത്തിൽ നിന്ന് തന്നെ നമുക്കത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് 15, എന്നിൽ സർവശക്തനായ ദൈവം നമ്മളിൽ വസിക്കും, എന്നിൽ വസിപ്പിൻ. 15-4 വാക്യത്തിൽ അതാണ് ഒന്നാമതായിട്ട് കാണുന്നത്. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ആരാണ് ഈ നമ്മളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്? സർവശക്തനായ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളിൽ വസിക്കുമെന്നുള്ളത്. അത് തന്നെ നമുക്ക് 1 യോഹന്നാൻ്റെ 3 അധ്യായത്തിൻ്റെ 24 വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും. 1 യോഹന്നാൻ 3:24 വാക്യത്തിൽ പറയാണ്, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ അറിയുന്നു. സർവശക്തനായ ദൈവം നമ്മളിൽ വസിക്കും. കർത്താവിൽ വസിച്ചാൽ എന്താണ് ഗുണം? ഒന്നാമതായിട്ട് അവൻ നമ്മളിലും വസിക്കുമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് അവൻ്റെ ജീവരസം നമ്മളിൽ കൂടെ ഒഴുകും. കർത്താവിൻ്റെ ജീവരസം നമ്മളിൽ കൂടെ, അപ്പം നമ്മൾ ജീവനുള്ളവരായിട്ട് തീരുവാനായിട്ട് ഇരിക്കുമെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നമുക്ക് പറഞ്ഞ 1 യോഹന്നാൻ 2:6 വാക്യത്തിൽ നാം കാണുന്നത്, അവൻ നടന്നതുപോലെ നടക്കും. അവൻ നടന്നതുപോലെ നമുക്ക് നടക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നാം ഈ കൊമ്പിൽ വസിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. കർത്താവ് നടന്നതുപോലെ നടക്കണമെങ്കിൽ കർത്താവിൽ വസിക്കേണ്ടതായിട്ട് ആവശ്യമാണ്. നാലാമതായിട്ട് അവനിൽ വസിക്കുന്നവന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയില്ല. നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വസിച്ചാൽ, അവനിൽ ചാരിയാൽ, അവൻ്റെ ഹിതപ്രകാരം നാം പോയി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ. 1 യോഹന്നാൻ 3:9 വാക്യത്തിൽ കാണുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവൻ പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ അറിയുന്നു. ഇവിടെ പാപത്തിൽ നമ്മൾ ജീവിക്കുകയില്ല എന്നാണ്, പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന്. പാപം ചിലപ്പോൾ ജീവിതത്തിൽ വന്നു എന്ന് പറയാം. അതിനുവേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം പത്രോസ് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പാപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, നമുക്കിടെ പ്രാർത്ഥനയ്ക്ക് യോഹന്നാൻ 15:9 വാക്യത്തിൽ നാം കാണുന്നത്, അവിടെ കാണുന്നത് അവിടെ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ 15:9 വാക്യത്തിൽ അതാണ് കാണുന്നത്. നമ്മൾ ദൈവത്തിൽ വസിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ ചോദിക്കുന്നതൊക്കെയും നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഒക്കെയും നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ പറയുന്നു, അന്ന് ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. അപ്പോൾ പറയുന്ന നമ്മൾ കർത്താവിൽ വസിച്ചു കഴിഞ്ഞാൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും നമ്മൾക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആറാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, 1 യോഹന്നാൻ 2:28 വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 യോഹന്നാൻ 2:28 വാക്യത്തിൽ പറയുന്നത്, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. കർത്താവിൽ വസിക്കുന്നവർക്ക് എന്തുണ്ടാകും? കർത്താവിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ ധൈര്യമുണ്ടാകും. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്കറിയാം, അവരോരോ ദിവസവും കർത്താവിൽ വസിച്ചു കൊണ്ടുപോയി, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു പോയി, കർത്താവിനോട് ചേർന്ന് ജീവിച്ചു, കർത്താവ് അവനിലും വസിച്ചു. അതുകൊണ്ട് അവർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രത്യക്ഷതയിൽ നിൽക്കുമ്പോൾ തല കുനിക്കാതെ, ലജ്ജിക്കാതെ, നന്ദി കൊണ്ട് തല കുനിക്കും. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള
പ്രാഗൽഭ്യമുണ്ടും കർത്താവിൽ വസിക്കുന്നവർക്ക് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ലജ്ജിക്കാതെ നിൽക്കണമെങ്കിൽ പ്രിയ സഹോദരിമാരെ, കർത്താവിൽ വസിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, എന്നിൽ വസിപ്പീൻ എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതെ, ആ കർത്താവിൽ വസിച്ചാൽ നമുക്ക് പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏഴാമതായിട്ട് യോഹന്നാൻ 14:7-8 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. യോഹന്നാൻ 14 അധ്യായത്തിൽ 14:17-18 വാക്യത്തിൽ നാം കാണുന്നത്, അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൽ അതിനെ അവനെ ലഭിപ്പാൻ കഴിയില്ല. അവൻ നിങ്ങളോട് കൂടി വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഓരോ ദിവസവും നമ്മളെ തനിച്ച് വിടുന്ന, നമ്മൾ കർത്താവിൽ വസിക്കുകയാണ്, കർത്താവ് നമ്മളിൽ വസിക്കുകയാണ്, പിതാവായ. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ തനിച്ചാകുന്ന അവസ്ഥയില്ല. നമ്മളെ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ നാം ക്രിസ്തുവിൽ വസിച്ചാൽ, ക്രിസ്തു നമ്മളിൽ വസിച്ചാൽ, നമ്മൾ ആദ്യം കണ്ടത് അതാണ്, അവൻ നമ്മളിൽ വസിക്കും. 15:4 വാക്യത്തിൽ അതാണ് പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, അവൻ നിങ്ങളിലും വസിക്കും. ക്രിസ്തു നമ്മളിൽ വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും അനാഥരാകുകയില്ല. കർത്താവ് നമ്മളോട് കൂടിയുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ കഷ്ടതകളിൽ നമ്മൾ കണ്ണുനീർ ഒഴിക്കുമ്പോൾ, നമ്മൾക്ക് ആരുമില്ല എന്ന് തോന്നുമ്പോൾ, അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളെ അനാഥരായി വിടാത്ത കർത്താവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിയ സഹോദരിമാരെ, കർത്താവിൽ വസിക്കുന്നവർ എത്രയോ ഭാഗ്യമുള്ളവരാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എട്ടാമതായിട്ട് യോഹന്നാൻ 14:20 വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. അവിടെ നമുക്ക് കാണാം, പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മളിൽ വസിക്കും. നമുക്ക് അവനിൽ വസിക്കാം. അതെത്രയോ ഭാഗ്യകരമാണ്. പിതാവായ ദൈവവും പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മളിൽ വസിക്കുന്ന അനുഭവം. അപ്പോൾ നമുക്ക് പിന്നെ ഈ ലോകത്തിൽ പ്രാഗൽഭ്യത്തോടെ കർത്താവ് ജീവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1 യോഹന്നാൻ്റെ 3:24 അത് നമുക്ക് ആ വാക്യത്തിൽ അത് തന്നെ കാണുവാനായിട്ട് സാധിക്കും. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മളിൽ വസിക്കുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 9-ാമതായിട്ട് അവനിൽ വസിക്കുന്നവൻ വളരെ ഫലം കായ്ക്കും. യോഹന്നാൻ 15:5-8 വരെ വാക്യങ്ങൾ അതാണ് പറയുന്നത്. 5 നിങ്ങൾ കൊമ്പുകളാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ അത് കഴിഞ്ഞ് കർത്താവ് പറയാം, അവനിൽ വസിക്കുന്നവൻ വളരെ ഫലം കായ്ക്കും. അനേക ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുവാനായിട്ട് സാധിക്കും. നാം ഫലമില്ലാത്തവരായിട്ടല്ല കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കും. നാം കണ്ടു, കർത്താവിൽ വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ലജ്ജിക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാനായിട്ട് സാധിക്കും. അതേ, അനേക ഫലങ്ങളുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ പാദത്തിൽ സമർപ്പിക്കുവാനായിട്ട് കർത്താവിൽ വസിച്ചാൽ നമുക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, വരുന്ന ദിവസങ്ങളിൽ കർത്താവിൽ വസിപ്പാൻ, കർത്താവ് നമ്മിൽ വസിക്കും. അതുകൊണ്ട് കർത്താവിൽ വസിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവും വായ ദൈവവും നമ്മിൽ വസിക്കുന്ന അനുഭവം അങ്ങനെ വസിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട്, ദൈവത്തിന് പ്രസാദകരമായിട്ട് വളരെ ഫലം കായ്ക്കുന്നവരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.